അതിപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ ഇത് സോഷ്യൽ മീഡിയ പേടിച്ച് ജീവിക്കേണ്ട കാലമാണെന്ന്. പക്ഷേ അങ്ങനെ പേടിച്ച് നമുക്ക് ജീവിക്കാനാണെങ്കിൽ വരാതിരിക്കാനേ പറ്റുള്ളൂ, ഒന്നും പറയാതിരിക്കാനേ പറ്റുള്ളൂ. ഈ ഫേസ്ലെസ് ആയിട്ടുള്ള ആൾക്കാരാണ്. സത്യത്തിലെ ഈ മേജർ രവിനെ പോലത്തെ സംഘികളുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ മോശാട്ടോ. അതായത് വിസ്മയ മോഹൻലാൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ, അതായത് CJP പ്രൊട്ടസ്റ്റിനെ വിസ്മയ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അതിന് മേജർ രവി വന്നിട്ട് ഒരു ചാണക മെഴുകൽ നടത്തിയിരുന്നു ആ ഒരു സമയത്ത്. അതായത് വിസ്മയക്കൊന്നും അറിയില്ല, രാഷ്ട്രീയം അറിയില്ല. വിസ്മയ ഞാനിതാ ഇള്ളാക്കുട്ടി ആവണ സമയം മുതൽ ഞാൻ വിസ്മയനെ കാണുന്നുണ്ട്. വിസ്മയ ഒരു 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 എന്താ പറയുക, ഒരു സങ്കടപ്പെടുത്തുന്ന, പ്രത്യേകിച്ച് ഒരു പട്ടിക്കുട്ടി കരഞ്ഞാൽ പോലും അതിനെടുത്ത് കൊണ്ടുവരുന്ന വിസ്മയനെ ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അവിടെ അടി കിട്ടുന്ന വിദ്യാർത്ഥികളുടെ വിഷമം കണ്ടിട്ട് പാവം ഒന്ന് പ്രതികരിച്ച് പോയതാണ്. രാഷ്ട്രീയം എന്താണെന്ന് അറിയില്ല, BJP എന്താണെന്ന് അറിയില്ല, രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി വലിയ ഐഡിയ ഇല്ല എന്നൊക്കെ ആയിരുന്നു നമ്മുടെ സംഘി രവി പറഞ്ഞിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ സംഘി രവിയുടെ അണ്ണാക്കിൽ വിസ്മയ മാത്രമല്ല, വിസ്മയ മോഹൻലാലിൻ്റെ വൈഫ്, ഇനി വിസ്മയ തന്നെ ഒരു സ്ഥലത്തിൽ 2-3 സ്ഥലത്തെ ഇൻ്റർവ്യൂവിൽ സംഘിയുടെ അണ്ണാക്കിൽ ഇന്ന് കൊടുത്തിട്ടുണ്ട്. സംഘിയുടെ പേര് പറഞ്ഞിട്ടില്ല, ഈ മേജർ രവിയുടെ പേര് പറഞ്ഞിട്ടില്ല. പക്ഷേ മേജർ രവി പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി എന്താണ് അടിസ്ഥാനം എന്നുള്ള ചോദ്യങ്ങൾക്കായിരുന്നു ഈ പറഞ്ഞ ഉത്തരങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇവരെല്ലാവരും 3 പേരും. സത്യം പറഞ്ഞല്ലോ, ഈ മേജർ രവിനെ പോലത്തെ സംഘികൾ അയാളുടെ പദവി, അയാളൊരു മേജർ ആണെന്നുള്ള ഒരു പദവി പോലും മറന്നിട്ട് ഇങ്ങനെ ഈ ചാണകത്തിലിട്ട് ഇട്ട മെഴുകുന്ന ഒരു അവസ്ഥ കാണുമ്പോണ്ടല്ലോ, തൂക്കി എറിഞ്ഞിട്ട് കളയാൻ തോന്നും, വല്ല പാകിസ്ഥാനിലോട്ട് എറിഞ്ഞ് കളയാൻ തോന്നും. അങ്ങനത്തെ കപട രാജ്യ സ്നേഹികളുടെ രാജ്യദ്രോഹങ്ങളെ പറ്റി കാണുമ്പോൾ നമുക്കറിയാണ്ട് ഉള്ളിൽ തോന്നിപ്പോകുന്ന ചില കാര്യങ്ങളാണ്. ഏതാണെങ്കിലും ഇന്ന് വിസ്മയ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വിസ്മയ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് മേജർ രവി പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ താൻ പറഞ്ഞിട്ടുള്ള അതായത് വിസ്മയ പറഞ്ഞ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. വിസ്മയ ഏത് രീതിയിലാണ് ഇതിനെ സപ്പോർട്ട് ചെയ്തിരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് CJP പ്രൊട്ടസ്റ്റിന് പോയിട്ടുള്ള വിദ്യാർത്ഥികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കറക്റ്റായിട്ടുള്ള, അതായത് നീറ്റ് എക്സാമിൽ ബുദ്ധിമുട്ട് അനുഭവിച്ച കുട്ടികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരുന്നു വിസ്മയുടെ എല്ലാ കാര്യങ്ങളും വിസ്മയ സംസാരിച്ചിരുന്നത്. അപ്പം അതിന് രവി വന്നിട്ട് കൊണ നമ്മളെല്ലാവരും കേട്ടതുമാണ്. അപ്പം നമുക്ക് ആദ്യം രവി അന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, വിസ്മയനെ പറ്റി രവി പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആദ്യം നമുക്കതൊന്ന് കേട്ട് നോക്കാം. നിങ്ങൾ മറന്നു കാണില്ല, എന്നാലും നമുക്കൊന്ന് കേട്ടിട്ട് വരാം. വാ. നിങ്ങളുടെ ഫ്രണ്ടിന്റെ മകളുടെ കാര്യം എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം കുറച്ച് ആൾക്കാർ എനിക്ക് വിളിക്കുന്നുണ്ട്. ഒറ്റ വാക്ക് പറഞ്ഞു നിർത്താം. എനിക്ക് മായ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ കുട്ടിക്കാലം തൊട്ട് ജനിച്ച അന്ന് മുതലൊക്കെ ഞാൻ കാണുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിയുടെ സ്വഭാവം എന്താണെന്നുള്ളത് എനിക്കറിയാം. ആ കുട്ടിക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നോളജോ ഇതൊന്നുമില്ല. വളരെ ഹ്യൂമെയിൻ ആയിട്ടുള്ള, കുട്ടിക്കാലം മുതലൊക്കെ ഏതെങ്കിലും ഒരു അനിമൽ, ഒരു നാൽക്കാലി, ഒരു പട്ടി, സ്ട്രേ ഡോഗിനെ പോലും കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പിറകിൽ കരഞ്ഞുകൊണ്ട് നടന്നിരുന്ന ഒരു മായനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനെ രക്ഷിക്കുമെന്നും പറഞ്ഞുകൊണ്ട്, അതിനെ എടുത്തുകൊണ്ട് വരുമെന്നും പറഞ്ഞു. ഇപ്പൊ റീസെന്റ് ആയി നടന്നിട്ടുള്ള സംഭവം, ഈ കുട്ടി പഠിച്ചതും വളർന്നതെല്ലാം വിയറ്റ്നാമിലായിരുന്നു. അവിടെയുള്ള ഒരു സ്ട്രേ ഡോഗ്, ഒരു ഡോഗിനെ ഒരാൾ ആക്രമിക്കുന്നത് കണ്ടിട്ട് ആ കുട്ടി ആ ഡോഗിനെ അഡോപ്റ്റ് ചെയ്തിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് വഴി സംസാരിച്ച് പെർമിഷൻ എടുത്തുകൊണ്ടാണ് ആ ഡോഗിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവളുടെ വീട്ടിൽ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആ കുട്ടിയുടെ മനസ്സെന്ന് പറയുന്നത്. ആ കുട്ടി കണ്ടതാണ് ഒരു ബ്ലോക്കിനകത്ത് ഒരു കുട്ടീനെ അടിക്കുന്നു, അതിന്റെ പേരിൽ ഒരു പോസ്റ്റ് ഇട്ടു. നിങ്ങൾ അതിനെ അങ്ങ് ഫുള്ള് കാക്രോച്ച് പാർട്ടിക്കുള്ള സപ്പോർട്ടായിട്ട് പറഞ്ഞുകൊണ്ട് ഇപ്പം പലരും എനിക്കും ഉണ്ട്, നിങ്ങളുടെ ആളല്ലേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട്. പക്ഷെ ഞാൻ അറിയുന്ന മായ എന്ന് പറയുന്ന കുട്ടിക്ക് ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള സംഭവം, ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അറിയില്ല. എന്താണ് ഈ സംഭവം, എന്താണ് ഈ അജിറ്റേഷൻ? അവിടെ കണ്ട് ചെറിയ കുട്ടീനെ അടിക്കുന്നു, കുട്ടികളെ അടിക്കുന്നു എന്ന് കണ്ടപ്പോൾ ചെറിയ കുട്ടി ഇല്ല അവിടെ. കുട്ടികളെന്ന് നിങ്ങൾ പറയുന്നവരേ ഉള്ളൂ. അപ്പൊ അവിടെ വന്നിരിക്കുന്നവർ മുഴുവൻ എന്താ ചോദിച്ചാൽ ഞാൻ നീറ്റ് അപ്ലൈ ചെയ്തിട്ടില്ല, എന്നിട്ട് എന്താ നീറ്റിന്റെ ഫുൾ ഫോം എന്താ, അതുപോലെ അറിയാത്ത ആൾക്കാരാണ് അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ചിട്ട് ഇത്രയേ ഉള്ളൂ. ആ കുട്ടിയുടെ ആ ഒരു വികാരമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ഇത്രയും വലിച്ചു നീട്ടേണ്ട കാര്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിനുശേഷം പിന്നീട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ, ഞാനിതുവരെ സംസാരിച്ചിട്ടില്ല, പലതും മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മനസ്സിലാവുന്നതുമാണ്. അതിൽ കൂടുതലൊന്നും എനിക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കും. നിങ്ങൾ കേട്ടല്ലോ. അതായത് വിസ്മയനെ പറ്റി രവി പറഞ്ഞിട്ടുള്ളത്, വിസ്മയക്കൊന്നും അറിയില്ല, രാഷ്ട്രീയം അറിയില്ല, ഒന്നും അറിയാത്ത ഒരു ഇള്ള കുട്ടി മാത്രമാണ് വിസ്മയ. ഞാനിതങ്ങനെ എടുത്ത് കൊണ്ട് നടന്ന കുട്ടിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണെങ്കിലും ഈ രവി പറഞ്ഞിട്ടുള്ള ഈ കാര്യത്തിനെ പറ്റി ഇന്നത്തെ, അതായത് തുടക്കം എന്ന് പറഞ്ഞ മൂവിയുടെ, വിസ്മയുടെ ആദ്യത്തെ മൂവിയുടെ പല എന്താ പറയുക സെഷനുകൾ ഇന്നുണ്ടായിരുന്നു. അതിൻ്റെ മാർക്കറ്റിംഗ് സെഷനുകൾ ഉണ്ടായിരുന്നു, അതിൻ്റെ പ്രൊമോ സെഷനുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ പല സ്ഥലത്തും ഇതേ ചോദ്യം വിസ്മയനോട് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിസ്മയ ആദ്യം ഒരു 3-4 സ്ഥലത്ത് പറഞ്ഞിട്ട് നമുക്ക് അതിൽ ഓരോന്ന് എടുത്ത് നോക്കാം. അതിൻ്റെ ഇടയ്ക്ക് മോഹൻലാൽ സംസാരിച്ചിട്ടുണ്ട്, മോഹൻലാലിൻ്റെ വൈഫ് ഇത്തരത്തിലുള്ള വിസ്മയുടെ കാഴ്ചപ്പാടുകളെ പറ്റിയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം വിസ്മയ പറഞ്ഞിട്ടുള്ള ആദ്യത്തെ ഒരു എന്താ പറയുക, ഇയാൾ പറഞ്ഞിട്ടുള്ളതിന് എതിരെ സംസാരിച്ചിട്ടുള്ള ഒരു കാര്യം കേട്ടിട്ട് വരാം. കേൾക്കും. ഞാൻ എന്താ ഉദ്ദേശിച്ചത്, whatever, but and I know for myself, so if someone else misunderstands what I'm saying, that's their misunderstanding. I don't have to prove what I'm thinking or what I'm feeling, or I don't have to say no, it's like this, it's like that. I don't have to explain myself. If someone has a problem, they have a problem, and I can't do anything to fix that problem, and I don't have to. It's not
on me to fix their problem. കേട്ടല്ലോ, അതായത് ഇത് ആരെക്കുറിച്ചാണെന്നുള്ളത് നമുക്കിത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അതായത് രവിനെ കുറിച്ച് തന്നെ അത് പറഞ്ഞിട്ടുള്ളത്. എടോ രവി, ഞാൻ എന്താണ് പറഞ്ഞതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അത് രവി അവിടെ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. രവിക്ക് എന്നെ പറ്റി ഒരു ഐഡിയ ഇല്ല. രവി പറഞ്ഞതോ ചെയ്തതോ കേട്ടതോ ആയിട്ടുള്ള കാര്യങ്ങളല്ല ഞാൻ, അതായത് വിസ്മയ മോഹൻലാൽ എന്ന് പറഞ്ഞ ഞാൻ അതല്ല. അപ്പോൾ രവി എന്തോ പറഞ്ഞോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. അതുകൊണ്ട് എൻ്റെ പൊന്നു രവി, ഇങ്ങനത്തെ കാര്യത്തിൽ തലയിടാൻ പോകാണ്ടിരിക്കുക. ചാണകത്തിൻ്റെ കാര്യത്തിൽ നീ തലയിട്ടോ, പശുവിൻ്റെ കുണ്ടിയിൽ നീ തല കൊണ്ടിട്ടോ ഒരു പ്രശ്നമില്ല. ഇങ്ങനത്തെ കാര്യത്തിൽ നീ തലയിടാൻ പോകാണ്ടിരിക്കുക. ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടുള്ള ഓരോ അഭിപ്രായങ്ങളുണ്ട്, അവകാശങ്ങളുണ്ട്. അവരത് പറയും, അവരത് സംസാരിക്കും. അതിൽ രവി ഇണ്ണാക്കുട്ടി എന്ന് പറഞ്ഞ് പോയിട്ട് കാര്യമില്ല എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് വിസ്മയ ഫസ്റ്റ് പറഞ്ഞു വെക്കാത്തത്. ഇതായിരുന്നു ആദ്യത്തെ കാര്യം. ഇനി ഇത് മാത്രമല്ല, ഇതിന് ശേഷം രവി പറഞ്ഞിട്ടുള്ള അതായത് രവി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചാണകം തലയിൽ കയറിയിട്ട് ആ ഒരു പദവി, മേജർ എന്ന് പറഞ്ഞ പദവി പോലും രവിക്ക് ചാണക മേജർ എന്നുള്ള അവസ്ഥയിലോട്ടാണ് രവി ചിന്തിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പൊന്നു രവി, കപട രാജ്യസ്നേഹങ്ങളും അല്ലെങ്കിൽ ഈ പറഞ്ഞ നാഷണലിസ്റ്റ് ചിന്താഗതിയൊക്കെ മാറ്റി നിർത്തി രാജ്യത്തിന് എന്താണോ വേണ്ടത്, രാജ്യത്ത് നടക്കുന്ന എന്താണോ അതാണ് പറയേണ്ടത്. അതല്ലാണ്ട് ഇന്ന് രവി എന്താ ചാണകം കാണും, നാളെ രവി എന്ത് ചെയ്യും, നാളെ ചോപ്പിലോട്ട് ചാടും, മറ്റന്നാൾ രവി നീലോട്ട് ചാടും. അങ്ങനെ രവി ചാടി കളിക്കുന്ന പോലെയല്ല രാജ്യത്തെ പിള്ളേർ, പ്രത്യേകിച്ച് ജെൻസി അല്ലെങ്കിൽ പ്രത്യേകിച്ച് യുവത്വം ചിന്തിക്കുന്നത് എന്നുള്ളത് രവി ആദ്യം ആലോചിച്ച് കഴിഞ്ഞാൽ രവി പിന്നെ ഇങ്ങനത്തെ കാര്യത്തിൽ തലയിടാനോ സംസാരിക്കാനോ പോകരുത്. രവിയുടെ കാര്യങ്ങൾ പറയാം. ഞാനൊരു ചാണകമാണ്, എനിക്കിത് ഇഷ്ടമല്ല. CJP പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണ്, എൻ്റെ ജി ആണ് എല്ലാം. ഞാൻ ജിയുടെ കാല് വരെ കഴുകി ഞാൻ വെള്ളം കുടിച്ച് ഞാൻ എന്താ പറയുക, ഞാൻ ഈ അതിർത്തിയിൽ പോയി യുദ്ധം ചെയ്യുന്നൊക്കെ രവിക്ക് പറയാം. മറ്റൊരാൾ അഭിപ്രായം പറഞ്ഞ് രവി അഭിപ്രായം പറയാൻ പോകാണ്ടിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് രവിക്കൊക്കെ. അപ്പോൾ ഇതാണ് രവി ആദ്യം പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിന് ഒരു സ്ഥലത്ത് എന്താ പറയുക വിസ്മയ കൊടുത്തിട്ടുള്ള ഒരു ഉത്തരം. ഇനി വിസ്മയ വേറെ സ്ഥലത്തും ഇതേ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്നു. നമുക്ക് അതും കൂടെ ഒന്ന് കേട്ടിട്ട് വരാം. വെയിറ്റ് ചെയ്യും. ഒരു തോട്ട് പ്രോസസ് നടക്കുന്നു. ഒരു അഭിപ്രായം പറയുമ്പോഴും അഭിനയിക്കുമ്പോൾ ഇവരെന്താ മോഹൻലാലിന്റെ മകളാണ്, അങ്ങനെ ഒരു ഫീൽ എപ്പോഴെങ്കിലും വരാറുണ്ടോ? ഞാൻ എന്തെങ്കിലും പറഞ്ഞാലോ എഴുതിയാലോ ചെയ്താലോ ഒരു ആൾക്കാർ മുഴുവൻ ഒരു റഡാറിലാണെന്ന് അങ്ങനെ തോന്നാറുണ്ടോ? ഞാനൊരു ഇൻഡിവിജ്വലാ. സോ യെസ്, അച്ഛൻ എൻ്റെ അച്ഛനാ. You have all the freedom to talk. Addition as an individual, you have all the right to talk and express it. ഇതെങ്ങനെയാണ് വരുന്നത്? നമുക്ക് ഒരു കാര്യം എന്ത് പറഞ്ഞാലും കുഴപ്പമായിട്ട് വരുന്ന ഒരു സമയമുണ്ട്. അപ്പൊ ഞാനൊക്കെ അതിൽ കൂടെയാണ് പോകുന്നത്, അറിയാം. ഞാൻ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുന്നുണ്ട്. കാരണം മോഹൻലാൽ അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്, അതായത് വിസ്മയം പറയുന്നത് ഞാനൊരു ഇൻഡിവിജ്വലാണ്, മോഹൻലാലിൻ്റെ മകൾ എന്ന രീതിയേക്കാൾ അപ്പുറം ഞാനൊരു ഇൻഡിവിജ്വൽ പേഴ്സണാണ്. അപ്പോൾ എനിക്ക് എൻ്റെ കാര്യങ്ങൾ പറയാം എന്ന് വിസ്മയം പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് മോഹൻലാൽ ഇൻ്റർഫിയർ ചെയ്ത് പറയുന്ന സംസാരം നിങ്ങൾ കേട്ടോ. അതായത് നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ എന്ത് പറഞ്ഞാലും പ്രശ്നം എന്നുള്ളൊരു അവസ്ഥയിലോട്ട് നമ്മുടെ നാട് എത്തിയിട്ടുണ്ട്. ഞാനൊക്കെ അതിൻ്റെ വിക്ടിമാണെന്ന് മോഹൻലാൽ പറയാണ്. അതായത് മോഹൻലാലിൻ്റെ എമ്പുരാൻ സിനിമ ഇറങ്ങിയ സമയത്ത് എന്താ പ്രശ്നം നമ്മൾ കണ്ടു. പിന്നെ മോഹൻലാൽ പറയുന്ന പല സ്റ്റേറ്റ്മെൻറ്റുകളും, മോഹൻലാൽ പിണറായി വിജയൻ്റെ കൂടെ പോയിട്ട് ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാലും, സതീശൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പോയിട്ട് ഇരുന്ന് കഴിഞ്ഞാലും നമ്മുടെ നാട്ടിലെ സംഘികൾ എന്താണോ പറയുന്നത് അതിൻ്റെ വിക്ടിമാണ് ഞാൻ. മോഹൻലാൽ പച്ചക്ക് പറയാണ് ഞാൻ അതിൻ്റെ വിക്ടിമാണ്. അപ്പോൾ അതുകൊണ്ട് ആ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് തുടങ്ങി വെക്കുകയാണ് മോഹൻലാൽ ഈ ഒരു സംഭാഷണത്തിൽ. ഏതായാലും ബാക്കിയും കൂടെ നമുക്ക് കേൾക്കാം. അപ്പോൾ സംഘികളെ ഏത് രീതിയിലാണ് ഇവരൊക്കെ കാണുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് മീനിങ് ഇവിടെ പറഞ്ഞ് തീർക്കുന്നുണ്ട്. ബാക്കി കൂടെ കേൾക്കും. അതൊക്കെ ആ ഒരു സമയമാണ്. അതൊരു നിങ്ങളുടെ പോപ്പുലാരിറ്റി കൂടി കാര്യങ്ങളൊക്കെ ഫോക്കസിലേക്ക് മാറുമ്പോഴാണ് കുഴപ്പമുണ്ടാകുന്നത്. ചിലവരെ ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്തും അതേപോലെ ആളുകൾ പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ടൊക്കെ പറയും. നമ്മൾ വി ഡോണ്ട് മൈൻഡ്. No, because at the end of the day, I mean, I can't control you. I can't control them or anybody. I can only control myself and എനിക്ക് വേറെ ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അതിന്റെ പറ്റി എന്തിനാ ഞാൻ ഇരുന്ന് അയ്യോ ആൾക്കാർ എങ്ങനെ പറയുന്നുണ്ട്, അത് why would എനിക്ക് അങ്ങനെ എമോഷൻസ് I don't want to waste my. കേട്ടോ നിങ്ങൾ? അതായത് എനിക്ക് ഞാൻ എന്താണെന്നറിയാം, ഞാൻ എന്താണ് പറയുന്നതെന്നറിയാം, ഞാൻ എന്താ സംസാരിക്കുന്നതെന്നറിയാം. അത് മോഹൻലാലിൻ്റെ മകളാണെങ്കിലും അല്ലെങ്കിലും ഞാൻ സംസാരിക്കും. അങ്ങനത്തെ ഒരു കാലത്തിലോട്ട് നമ്മൾ എത്തി. മോഹൻലാൽ പറയുന്ന അങ്ങനത്തെ ഒരു കാലത്തിലൂടെ എത്തി. നമുക്ക് ഇച്ചിരി ഫെമിലിയാരിറ്റി വന്നു, നമ്മൾ പോപ്പുലറാന്ന് കണ്ടു കഴിഞ്ഞാൽ സംഘികൾ ചാടി വെക്കും, സംഘികൾ കുണയ്ക്കും, സംഘികൾ മലത്തും, സംഘികൾ കിടത്തും, അതൊക്കെ ചെയ്യും. പക്ഷേ അവിടെ അല്ല, ഞാൻ എൻ്റെ ഒരു പേഴ്സണാലിറ്റി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കറിയാം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് മോഹൻലാലും മകളും ഒരേ സ്വരത്തിൽ അവിടെ പറയാണ്. അതായത് രവിൻ്റെ കൂട്ടത്തിലെ സകല ചാണകങ്ങളെയും മെഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെയൊക്കെ മുറ്റത്തിൽ ചവിട്ടി മെതിക്കാനുള്ള അവസ്ഥയിൽ മെഴുകിക്കൊണ്ടിരിക്കുകയാണ് മോഹൻലാലും മകളും കൂടെ, ഊക്കിക്കൊണ്ടിരിക്കുകയാണ് വേണമെങ്കിൽ പറയാം. അത് വ്യക്തമായിട്ട് അവിടെ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് അവരെന്തെങ്കിലും പറയട്ടെ, അവന്മാർ എന്തെങ്കിലും ചിലച്ചോട്ടെ എന്നുള്ളൊരു അവസ്ഥയിൽ മോഹൻലാലും മകളും
വ്യക്തമായിട്ട് പറയാണ്. അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറഞ്ഞാൽ സംഘിക്ക് എന്തോ സംഘിയുടെ മറ്റേ അപ്പോസ്തലാന്നുള്ള തോന്നൽ സംഘിക്ക് ഉണ്ടായിരുന്നു കുറച്ചു കാലം മുമ്പ് വരെ. അതല്ല എന്ന് തെളിയിച്ചു തരുന്ന രീതിയിലുള്ള സംസാരങ്ങളായിരുന്നു മോഹൻലാലിൻ്റെ സൈഡിൽ നിന്നും ഈ പറഞ്ഞ വിസ്മയുടെ സൈഡിൽ നിന്നും ഇന്ന് വന്നിട്ടുള്ളത്. ഇനി തീരുന്നില്ല. ഇനി ഇതേപോലെ തന്നെ മറ്റ് പല ഇൻ്റർവ്യൂകളിലും ഇവർ സംസാരിക്കുന്നുണ്ട്. ഈ ഇൻ്റർവ്യൂവിൽ തന്നെ മോഹൻലാലിൻ്റെ വൈഫ് വരെ സംസാരിക്കുന്ന രംഗങ്ങൾ ഇതിലുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് കേട്ട് നോക്കാം. അടുത്ത് കേൾക്കും നിങ്ങൾ. അതിപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ ഇത് സോഷ്യൽ മീഡിയ പേടിച്ച് ജീവിക്കേണ്ട കാലമാണ്. പക്ഷേ അങ്ങനെ പേടിച്ച് നമുക്ക് ജീവിക്കാനാണെങ്കിൽ വരാതിരിക്കാനേ പറ്റുള്ളൂ, ഒന്നും പറയാതിരിക്കാനേ പറ്റുള്ളൂ. ഈ ഫേസ്ലെസ് ആയിട്ടുള്ള ആൾക്കാരാണ് അവർക്ക്. ഇപ്പോൾ പണ്ട് ഞാൻ ഒരിക്കലും ആരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, അപ്പോൾ പറഞ്ഞു പണ്ടും ഉണ്ടായിരുന്നു ലാൽ, അന്ന് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കമ്പ്യൂട്ടർ ഇതിലൊന്നും വരില്ലായിരുന്നു. ഞാൻ പറഞ്ഞ എന്താണ്, നമ്മളെ അറിയാതെ പ്രാഗുമായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ മോഹൻലാൽ പറഞ്ഞത്? അതായത് പണ്ടും ഇതുണ്ട്, ഇന്നത് കൂടുതലായിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വരാണ്ടിരിക്കണം. കാരണം ഇവരെ കുറ്റം പറയുന്നത് ഫേസ്ലെസ് ആയിട്ടുള്ള ആളുകളാണ്. സംഘികൾ കമൻ്റ് ഇടുമ്പോൾ, സംഘികൾ എന്തെങ്കിലും അഭിപ്രായം പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സംഘിക്ക് ഒന്നുകിൽ ഐഡിക്ക് പ്രത്യേകിച്ചൊരു പേര് കാണില്ല, അതിൽ ഫോട്ടോ കാണില്ല, വല്ല നടീ നടൻ്റെ അല്ലെങ്കിൽ മൂങ്ങി ജിന്നി ഫോട്ടോ ആണ് അതിലിട്ടാവുക. അതല്ലാത്ത ഫോട്ടോസൊന്നും സംഘി ഇടാറില്ല, പേരുണ്ടാവാറില്ല. സംഘി വല്ല രാമനെന്നോ സീതാന്നോ ഹനുമാനെന്നൊക്കെ സംഘി പേരിടാറുള്ളത്, അല്ലെങ്കിൽ എവിടെയും കേൾക്കാത്ത പോലെ പേരിടും. അതേ സംഘിക്ക് സ്വന്തം പേരിൽ വന്ന് സംസാരിക്കാനോ അഭിപ്രായം പറയാനുള്ള പിടുങ്ങിൻ്റെ ഉറപ്പ് സംഘിക്കില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം സംഘി ചെറ്റകൾ ഇങ്ങനത്തെ പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വന്ന് പറയും. പക്ഷെ നമ്മൾ നമ്മുടെ ഫേസ് കാണിച്ചിട്ടും മോഹൻലാൽ പറഞ്ഞ പോലെ മോഹൻലാൽ മകളൊക്കെ ഫേസ് കാണിച്ചിട്ടും ഐഡൻറ്റിറ്റി കാണിച്ചിട്ടോ സംസാരിക്കുക. പക്ഷേ സംഘിക്ക് ഐഡൻറ്റിറ്റി ഇല്ല, ചുരുക്കി പറഞ്ഞാൽ തന്തയില്ല. നമ്മുടെ മൂങ്ങീച്ച് പറഞ്ഞ പോലെ തന്നെ വല്ല ജൂതനോ ജൂതൻ്റെ വേലക്കാരനോ ജൂതൻ്റെ ആരോ ഉണ്ടാക്കിയിട്ടുള്ള മക്കളാണ് സംഘികൾ. ഫാദർ ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്ത വലതുമാണെന്നാണ് മൊങ്കിച്ച് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചിന്താഗതിയുള്ള സംഘിക്ക് തന്തയും തള്ളയും ഇല്ലാത്തത് കൊണ്ട് ഫേസ്ലെസ് ആയിട്ടുള്ള ആളുകൾ വന്നിട്ട് കൊണയ്ക്കും എന്നാണ് മോഹൻലാൽ സിമ്പിളായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇത് കണ്ട് കൊണച്ച സംഖ്യകൾ ഒരുപാട്. ഇത് കണ്ടിട്ട് ഇത് സംഖ്യക്ക്, അതായത് സൈബർ സംഖ്യോളികളുണ്ട് നമ്മുടെ നാട്ടിൽ, ഒരുപാടുണ്ട്. ഭാരതീയനായിട്ടും അതല്ലെങ്കിൽ ഇന്ത്യനായിട്ടും അതല്ലെങ്കിൽ ഇൻസൈനായിട്ടും അതല്ലെങ്കിൽ മോദിപ്പടായിട്ടും കാവിപ്പടായിട്ടും സുമേഷ് കാവിപ്പടായിട്ടും അങ്ങനത്തെ ഒരുപാട് സംഘിക്കൊണ്ടന്മാർ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. സംഘിക്കൊണ്ടന്മാർക്ക് ഇത് ദഹിച്ചിട്ടില്ല. സംഘിക്കൊണ്ടന്മാർ ഇന്ന് രാവിലെ ഈ പറഞ്ഞ പോസ്റ്റുകൾ കണ്ട ഉടനെ തന്നെ മൂട്ടിൽ മറ്റേ ചാണകം മൂത്ത് കത്തിച്ച അവസ്ഥ ഉണ്ടല്ലോ, ആ അവസ്ഥയിൽ വന്നിട്ട് മെഴുകിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ട്. മോഹൻലാൽ പറയുന്നത് വളരെ കറക്റ്റാണ്. ഫേസ്ലെസ് ആയിട്ടുള്ള ഒരു അഭിപ്രായമില്ലാത്ത, രാഷ്ട്രീയം അറിയാത്ത കുറേ ചെറ്റ വർത്തമാനങ്ങൾ മാത്രം പറയുന്ന സംഘികളാണ് ഇതാണ് ഏറ്റവും വലിയ ശാപം എന്ന് മോഹൻലാലിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് മോഹൻലാൽ ബാക്കി പറഞ്ഞ കാര്യം കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. വാ. അതൊരു വേറൊരു തലത്തിൽ നിന്നുള്ള ഒരു ആൻസറാണ്. അത്തരം പിന്നെ കാര്യങ്ങൾ ചെയ്യുന്നതിലൊരു ഒരു സന്തോഷമുള്ള ആൾക്കാരുണ്ട് അല്ലേ, ഒരു എക്സ്ട്രസ് ഒരു പെപ്പപ്പ് കിട്ടുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ആൾക്കാരുണ്ട്. അവർ ലെറ്റ് ദം ബി ഹാപ്പി. അതാണ്, അതൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളന്ന് പിള്ളേരിനെ വളർത്തിയത് ഫ്രീഡം ഓഫ് തോട്ട്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഒക്കെ. അപ്പോൾ ഈ ഫ്രീഡം ഓഫ് തോട്ട് കൊടുക്കുമ്പം നീ ആലോചിച്ചാൽ മതി, എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. സോ വെൻ യു ഗിവ് ദം ഫ്രീഡം ഓഫ് തോട്ട്, ദേ വിൽ ഹാവ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. ആൻഡ് വൺസ് ദേ എക്സ്പ്രസ്, ഇറ്റ് ഇസ് ദെയർ പോയിന്റ് ഓഫ് വ്യൂ. അത് വന്നിട്ട് ഇറ്റ് ക്യാൻ ബി ഡിഫറെൻറ്റ്. എൻ്റെ ഇതിലിരുന്ന് ഡിഫറെൻ്റ് ആയിരിക്കും, ബി ഡിഫറെൻറ്റ് ഫ്രം യോഴ്സ്. അതുപോലെ കാണുന്ന ആൾക്കാർക്കൊക്കെ വേറെ വ്യൂ പോയിന്റ് ആയിരിക്കും, ഓർ മേ ബി ദ സെയിം. കേട്ടാൽ നിങ്ങൾ മോഹൻലാലിൻ്റെ വൈഫും കൂടെ പറഞ്ഞാൽ അവിടെ വരുന്നുണ്ട്. അതായത് ഇങ്ങനെ പറഞ്ഞ് ചലയ്ക്കുന്നവർ അവർ ഹാപ്പി ആയിട്ടിരിക്കട്ടെ, അവരെന്തെങ്കിലും പറയട്ടെ, അവരുടെ ഇഷ്ടം. പക്ഷെ ഞങ്ങളുടെ മക്കൾക്ക് ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അത് ചിന്തിക്കാനുള്ള കഴിവ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ചിന്തിച്ച് കഴിഞ്ഞാൽ അതിനെപ്പറ്റി സംസാരിക്കാനുള്ള ഒരു കഴിവ്, അല്ലെങ്കിൽ അതിനുള്ള ഒരു അപ്രൂവൽ, അല്ലെങ്കിൽ അതിനുള്ള ഒരു എന്താ പറയുക, ഒരു ഇത് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ഞാനൊന്ന് ചിന്തിക്കുന്നു, നിങ്ങളത് പറയാൻ പാടില്ല, മക്കളെ നിങ്ങൾ അങ്ങനെ ചിന്തിച്ച് നിങ്ങളത് പറയാൻ പാടില്ല കേട്ടോ, ഞാൻ പറയുന്നത് നിങ്ങൾ പുറത്തോട്ട് പറയാം, അങ്ങനെയല്ല. ഞങ്ങൾ എന്താണോ അവർ ചിന്തിക്കുന്നത് സംസാരിക്കാനുള്ള ഒരു കഴിവ് ഞങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സംസാരിച്ചു, നിങ്ങൾ ചിന്തിക്കുന്നത് എന്തോ നിങ്ങളത് സംസാരിച്ചോ. അതിന് ബാക്കിയുള്ളവർ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അത് അവരുടെ ഇഷ്ടം. പക്ഷേ ഞങ്ങളുടെ മക്കളെ വളർത്തിയത് വളരെ വ്യക്തമാണ്. അവർക്ക് രാഷ്ട്രീയമുണ്ട്, അവർക്ക് സാമൂഹ്യ പരിതസ്ഥിതികളെ പറ്റി അവർക്ക് അറിയാം, അവർക്ക് എന്ത് സംസാരിക്കണം എന്നറിയാം, അവർക്ക് എന്ത് ചിന്തിക്കണം അറിയാം എന്ന് മോഹൻലാലിൻ്റെ വൈഫും ഒരേ സ്വരത്തിൽ പറഞ്ഞതാണ് നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ പറഞ്ഞ മേജറോ അല്ലെങ്കിൽ ഈ രവിൻ്റെ ഈ പറഞ്ഞ കഷ്ടങ്ങളോ ഈ പറഞ്ഞ ചാണകങ്ങളോ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, പറഞ്ഞ കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള എന്താ പറയുക, അവിടെ ഉറച്ചു നിൽക്കുകയാണ് മോഹൻലാലിൻ്റെ വൈഫും മോഹൻലാലിൻ്റെ മകളായിട്ടുള്ള വിസ്മയ മോഹൻലാലും. അത് വ്യക്തമായിട്ട് അവർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ കൊണ്ട് തീരുന്നില്ല. ഇന്ന് ഇതേ കാര്യങ്ങൾ ഒന്നല്ല പല ഇൻ്റർവ്യൂകളിൽ മോഹൻലാലിൻ്റെ മകളോട് ചോദിക്കുന്നുണ്ട്. നമുക്ക് അതുകൂടെ ഒന്ന് കേട്ടിട്ട് വരാം. വന്നു. So, do you want to talk about it? Yeah, I stand by what I said. I believe we're a democracy and we should always be allowed to question and be heard. And that we should always have dialogue instead of force. And
yeah, I don't think your politics should ever supersede your humanity. And regardless of which party is in power, if tomorrow the same thing was to happen, I would still feel the same way. So, very good. Yeah. And കേട്ടല്ലോ, നമ്മുടെ രേഖ എന്ന് പറഞ്ഞിട്ടുള്ള രേഖ മേനോൻ അല്ലേ, അവർക്ക് കൊടുത്തിട്ടുള്ള മറ്റൊരു ഇൻ്റർവ്യൂവിലാണ് അതിൽ കുറച്ചുകൂടെ ക്ലാരിറ്റി ഈ പറഞ്ഞ വിസ്മയ മോഹൻലാൽ വരുത്തുന്നുണ്ട്. അതായത് ഞാൻ പറയുന്ന ഇന്ത്യ ഒരു ഡെമോക്രാറ്റ് രാജ്യമാണ് അല്ലേ, ഡെമോക്രസി കീപ്പ് ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഇവരെന്ത് പറയണം ഏത് പറയണം എന്നറിയാം. അത് പിന്നെ ഏത് പാർട്ടിയാണെങ്കിലും ചെയ്യുന്നത് ശരിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാനതിനെ സംസാരിക്കും. എൻ്റെ അഭിപ്രായം ഇത് തന്നെ ആയിരിക്കും. അതിന് BJP വന്നാലും കോൺഗ്രസ് വന്നു കഴിഞ്ഞാലും മറ്റേത് പാർട്ടി വന്നു കഴിഞ്ഞാലും എൻ്റെ അഭിപ്രായങ്ങൾ ക്ലിയർ ആയിരിക്കും. ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് അല്ല, പോളിസി കറക്റ്റ് അല്ല, പോളിസി ഇംപ്ലിമെൻറ്റേഷൻ കറക്റ്റ് അല്ല. ഈ ഇംപ്ലിമെൻറ്റേഷൻ കറക്റ്റ് ആവാത്തത് കൊണ്ട് നമ്മുടെ ഫ്യൂച്ചറിനെ അത് എഫക്ട് ചെയ്യുന്നുണ്ട്, വിദ്യാർത്ഥികളെ അത് എഫക്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ രാജ്യത്തിന് തന്നെ അത് എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അതിനെപ്പറ്റി സംസാരിക്കുന്ന എൻ്റെ നിലപാടുകൾ വ്യക്തമായിരിക്കും എന്ന് വീണ്ടും വിസ്മയ ഇന്ന് ഈ ഒരു ഷോയിലും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി രവി പറഞ്ഞതിൽ എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടോ? ഇല്ല. രവി പറഞ്ഞ കണക്കിൽ ഒരു പാവം കുട്ടി, ഒരു പൂച്ച റോട്ടിൽ വെറുതെ ഇരിക്കുന്നത് കണ്ട് കഴിഞ്ഞാൽ ഫുഡ് കൊടുക്കുന്ന കുട്ടി, അതിനെടുത്തുനിന്ന് അതിന് ലോകത്തിൻ്റെ എവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ പൂച്ചനെടുത്ത് നമ്മുടെ നാട്ടിലെത്തിക്കുന്ന കുട്ടി ഒന്നുമല്ല വിസ്മയ മോഹൻലാൽ. കാഴ്ചപ്പാടുകളും കാഴ്ചകളും അറിവുകളും അല്ലെങ്കിൽ ഈ തോട്ട് പോയിന്റുകളും എല്ലാം ഒരുപോലെയുള്ള ഒരാളാണ് വിസ്മയ മോഹൻലാൽ. അവർ വ്യക്തമായിട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞു. അത് അവരുടെ അഭിപ്രായമാണ്. അവിടെ സംഖ്യ എന്നുള്ളൊരു സംഭവം ഇല്ല. സംഖ്യ എന്നോ അല്ലെ കൊങ്ങിയെന്നോ മൂരിയെന്നോ കമ്മിയെന്നോ ഒന്നും ഒരു അഭിപ്രായങ്ങളും ഇല്ല. ഇന്ത്യയുടെ ഫ്യൂച്ചറിന് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അവസ്ഥ എങ്ങനെയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അത് വ്യക്തമായിട്ട് അവർ കാണിച്ചിട്ടുണ്ട്. അതിൽ എൻ്റെ പൊന്നു രവി ഇങ്ങനെ കിടന്ന് മെഴുകാണ്ടിരിക്കും. നീ നിൻ്റെ മക്കളെ അങ്ങനെ പഠിപ്പിച്ചോ. നിനക്ക് മക്കളുണ്ടെങ്കിൽ മക്കളുണ്ടെങ്കിൽ നീ പറഞ്ഞ പോലെ ചാണകം ജനിക്കുമ്പോൾ തന്നെ ചോറൂണിന് പകരം ചാണകമാണ് കൊടുത്തോ. അതിനുശേഷം അവരെ ഒരു നല്ല ചാണകങ്ങളായിട്ട് വാർത്തെടുത്ത് കൊണ്ടുവന്നോ. എന്നിട്ട് നീയൊക്കെ ചിലയ്ക്കുന്ന ഇത്തരത്തിലുള്ള ചാണക വർത്താനങ്ങൾ മാത്രം അവരുടെ വായിക്കൊണ്ട് സംസാരിപ്പിച്ചോ. പക്ഷേ ബാക്കിയുള്ളവർ അങ്ങനെയല്ല. അത് മോഹൻലാലാണെങ്കിലും വേണ്ടില്ല, അതിൻ്റെ കൊമ്പത്തുള്ള ആളാണെങ്കിലും വേണ്ടില്ല, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ പറയും. നീ അതിൽ ഇടപെടണ്ട. അവരുടെ കുടുംബകാര്യത്തിലോ അവരുടെ മക്കളുടെ കാര്യത്തിലോ അവരുടെ അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിലോ രവി ഇടപെടണ്ട എന്ന് ഇന്നത്തെ ഒരൊറ്റ ദിവസം കൊണ്ട് പൊളിച്ചടക്കി കൊടുത്തിട്ടുണ്ട് നമ്മുടെ മേജർ രവിക്ക്. അതാണ് മേജർ രവി. ഒരു കാര്യം വല്ല പ്രൊപ്പഗണ്ട മൂവിയൊക്കെ ചെയ്ത് ഇവിടെ അങ്ങോട്ട് ജീവിക്കും. അതായിരിക്കും നിനക്കൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട്. പ്ലീസ് അഭിപ്രായങ്ങൾ പറയാണ്ടിരിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴത്ത് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയൊരു ചാനലാണ് നമ്മുടേത്. അപ്പോൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ പറ്റുന്നവരത് ചെയ്യുക. ആർക്കും ചെയ്യുക. ജസ്റ്റ് ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഇവരെന്താണ് ഈ വീഡിയോൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ പറയുന്നത് തോന്നരുത്. കാരണം ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ പ്രൊപ്പഗണ്ട ചാനലുകളിലൂടെ ഈ ഈ സംഘപരിവാർ സൈബർ ഓളികളുടെ ചാനലുകളിലൂടെ വളച്ചൊടിച്ച് നിങ്ങളുടെ മുമ്പിലോട്ട് എത്താം. അപ്പോൾ അങ്ങനെ എത്താതിരിക്കാൻ എന്താണോ യഥാർത്ഥത്തിൽ ഇവർ പറഞ്ഞത് ചെയ്തത് അവരുടെ തിങ്കിങ് ഈ തോട്ട് പോയിന്റ്സുകൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. നന്ദി.